സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു ടോപ്പിക്കാണ്, അതായത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്, അതുപോലെ ഫസ്റ്റിലെ തന്നെ നമ്മൾ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ക്വാഡ്രന്റിലും ഇരിക്കുന്ന പോയിന്റുകൾ, അതിന്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് കണ്ടു. അതിനുശേഷം നമ്മൾ ഒരു ലൈനിലേക്ക് കടന്നു. അതിനുശേഷം നമ്മൾ പ്ലെയിനിലേക്കാണ് വരേണ്ടത്. ആ പ്ലെയിനിന് ശേഷമാണ് നമ്മൾ സോളിഡ്സ് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സോളിഡ്സിലേക്ക് വരുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. സോ നമ്മളിപ്പം കണ്ട ക്വാഡ്രന്റിൽ ഇരിക്കുന്ന ലൈൻ പോയിന്റും ലൈനുകളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പകരം അവിടെ ഒരു സോളിഡ് വെക്കാൻ പോവാണ്. ആ സോളിഡ് വെക്കുവാണെങ്കിൽ അതിന്റെ വ്യൂസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം സോളിഡ്സിനെ പറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. സോ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നൊക്കെ കാണുന്നുണ്ട്. അവിടെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഗ്രൂപ്പ് എയിൽ മെൻഷൻ ചെയ്യുന്നത് സോളിഡ്സ് ഹാവിംഗ് ടോപ്പ് ആൻഡ് ബേസ് ഓഫ് സെയിം ഷേപ്പ്. അതായത് നമ്മളൊരു സിലിണ്ടറിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ടോപ്പും അതുപോലെ തന്നെ ഇതിന്റെ ബേസും എന്താണ്, സെയിം ഷേപ്പ് തന്നെയാണ്. സോ അപ്പൊ ഗ്രൂപ്പ് ബിയിൽ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്, സോളിഡ്സ് ഹാവിംഗ് ബേസ് ഓഫ് സം ഷേപ്പ് ആൻഡ് ജസ്റ്റ് എ പോയിന്റ് ആസ് ടോപ്പ്. അതായത് ബേസിൽ ഒരു ഷേപ്പ് ഉണ്ട്, ഇതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് എ പോയിന്റ് മാത്രമായിരിക്കും. ഓക്കെ, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എപ്പെക്സ്. ക്ലിയർ ആയല്ലോ, എപ്പെക്സ്. സോ മുകളിലും താഴെയായിട്ട് വരുന്ന ടോപ്പിലും ബേസിലും ഒരേ ഷേപ്പ് തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ ഈ കാറ്റഗറിയിലും, താഴെ ഒരു ഷേപ്പും മുകളിൽ എല്ലാത്തിന്റെയും ജസ്റ്റ് പോയിന്റ് മാത്രമായിട്ട് വരുന്നതെല്ലാം നമ്മൾ ഈ ഒരു സെക്ഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഒന്ന് സിലിണ്ടർ ആണ് അതിന്റെ എക്സാമ്പിൾ, പിന്നെ ഒന്ന് കോൺ ആണ്. ഓക്കെ, അപ്പൊ സിലിണ്ടറിൽ നിന്ന് നമ്മൾ ഇപ്പൊ പ്രിസത്തിലേക്ക് വരുവാണ്. പ്രിസത്തിലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് അതിന്റെ ബേസും അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പും എന്താണ്, ട്രയാങ്കുലർ ആണ് അല്ലെ. അതുപോലെ തന്നെ ഇതിന്റെ ബേസും ടോപ്പും ഒക്കെ എന്താണ്, സ്ക്വയർ തന്നെയാണ്. സോ ഇതിനെ നമ്മൾ ട്രയാങ്കുലർ പ്രിസം എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇതിനെ സ്ക്വയർ പ്രിസം, ഇത് പെന്റഗണൽ പ്രിസം, ഇത് ഹെക്സഗണൽ പ്രിസം. അപ്പൊ ബേസും ടോപ്പും നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇതിന്റെ കേസ് വരുവാണെങ്കിൽ, പിരമിഡ്സിന്റെ കേസ് വരുവാണെങ്കിൽ, പിരമിഡ് എന്ന് പറയുന്നത് തന്നെ ഈ മോഡൽ ആയിരിക്കുമല്ലോ. സോ ഇതെന്ന് പറയുന്നത് ട്രയാങ്കുലർ ആണ്, ഇത് സ്ക്വയർ ആണ്, ഇത് പെന്റഗണൽ, അതുപോലെ ഇത് ഹെക്സഗണൽ. അപ്പൊ ഇതിന്റെ ബേസിനെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പിരമിഡ് ഏത് മോഡലാണെന്ന് പറയുന്നത്, സ്ക്വയർ ആണോ അതോ ട്രയാങ്കുലർ ആണോ പെന്റഗണൽ ആണോ എന്നുള്ളതൊക്കെ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. അതേപോലെ തന്നെ പ്രിസത്തിന്റെ ആണെങ്കിൽ നമ്മൾ ട്രയാങ്കുലർ, സ്ക്വയർ ഒക്കെ കണ്ടു. ഇതേപോലെ തന്നെ ക്യൂബ് ഉണ്ട്, സോളിഡ് ഹാവിംഗ് 6 സ്ക്വയർ ഫേസസ്. അതുപോലെ തന്നെ അതിന്റെ ടെട്രാഹെഡ്രൺ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സോളിഡ്സിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലിണ്ടറും കോണും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സിലിണ്ടറിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ഒരുപാട് ഇമാജിനറി ലൈൻസ് ഉള്ളതാണ് അല്ലെ. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് കളറിൽ ഈ ഒരു ലൈൻ, ഇതെല്ലാം എന്താണ്, ഇമാജിനറി ലൈൻസ് ആണ്. സോ ഇമാജിനറി ലൈൻസ് ജനറേറ്റിംഗ് കർവ്ഡ് സർഫസ് ഓഫ് എ സിലിണ്ടർ ഓർ എ കോൺ. ഈ കോണിന്റെയും സിലിണ്ടറിന്റെയും ഔട്ടർ സർഫസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഇമാജിനറി ലൈൻസ് വെച്ചിട്ടാണ്. ഈ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറേറ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ കോണിന്റെ ടോപ്പിൽ നമ്മൾ, അപ്പൊ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ എന്താണ്, കോണിന്റെ ടോപ്പിനെ നമ്മൾ എപ്പെക്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ബേസ് ആണ്. ഈ ഒരു പോർഷനെ നമ്മൾ ടോപ്പ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇമാജിനറി ലൈൻസിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ജനറേറ്റേഴ്സ് എന്ന് വിളിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. സോ നമ്മൾ പ്രിസത്തിന്റെ കാര്യം പറഞ്ഞു. ഇത് നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ആണ്. നമ്മൾ നോക്കിയാൽ അറിയാം ഇതിന്റെ ബേസും ഇതിന്റെ ടോപ്പും സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് സ്ക്വയർ ആണ്, പെന്റഗണൽ, ഹെക്സഗണൽ. ഇനി ഈ പറയുന്ന പ്രിസത്തിന്റെ ട്രയാങ്കുലർ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും പെന്റഗണൽ ആണെങ്കിലും ഹെക്സഗണൽ ആണെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. അതായത് ഇതിന്റെ ഡയഗണൽസ് നമ്മൾ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെന്റർ പോയിന്റ് കിട്ടും അല്ലെ. എല്ലാ പ്രിസത്തിനും അതിന്റെ സെന്റർ പോയിന്റ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ വരും. അപ്പൊ ഇവിടെ ആയിരിക്കും ഇതിന്റെ സെന്റർ വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ സ്ക്വയറിന്റെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും അല്ലെ. ഇതാണ് അതിന്റെ സെന്റർ. അപ്പൊ ഇത് ടോപ്പിലുള്ള സെന്റർ ആണ്, ഇത് ബോട്ടത്തിലുള്ള സെന്റർ ആണ് അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടെയും അതിന്റെ സെന്റർ ഉണ്ടാവും. സോ നമ്മൾ ഈ സെന്ററിലൂടെ ഇതിന്റെ സെൻട്രൽ ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെയിൻ തിൻ ലൈൻ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയിൻ തിൻ ലൈൻ വരയ്ക്കുന്നത്.
ഇതിനെ നമ്മൾ വിളിക്കുന്നത് ചെയിൻ തിൻ ലൈൻ എന്നാണ്. ഇതിന്റെ സെൻട്രൽ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയിൻ തിൻ ലൈൻ ഉപയോഗിക്കുന്നത്. ചെയിൻ തിൻ നമ്മൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് വിട്ട്, അത് 3:1 റേഷ്യോ എന്നൊക്കെയാണ് ഇതിനെ നമ്മൾ പറയുന്നത്. പിന്നെ കുറച്ചും കൂടെ പിന്നെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് കുറച്ച് ചെറിയൊരു ലൈൻ, പിന്നെ കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള ലൈൻ, പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ ഒരു ചെറിയ ലൈൻ, പിന്നെ ഒരു ലൈൻ. ഈ ഒരു മോഡലിലാണ് നമ്മൾ ചെയിൻ തിൻ ലൈൻ വരയ്ക്കുന്നത്. ചെയിൻ തിൻ ലൈൻ വരയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെൻട്രൽ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഒബ്ജക്റ്റിന്റെയും ഇതിനും ഉണ്ടാവും, അതേപോലെ ഇതിനും ഉണ്ടാവും, ഇതിനും ഉണ്ടാവും. പ്രിസം ആണെങ്കിലും പിരമിഡ് ആണെങ്കിലും ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ സെൻട്രൽ ലൈൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്? ചെയിൻ തിൻ ലൈൻ എന്ന്. ഓക്കെ, സെൻട്രൽ ലൈൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ സെൻട്രൽ ലൈനെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും, ആക്സിസ് എന്ന് വിളിക്കും. അതായത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു സോളിഡിന്റെ ആക്സിസ് ആണ് ഇത്. ഓക്കെ, ഇത് പിരമിഡ് ആണെങ്കിലും പ്രിസം ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. അപ്പം ഇതിലിപ്പോ വരച്ചിരിക്കുന്ന ചെയിൻ തിൻ കുറച്ച് പ്രോപ്പർ അല്ല, കാരണം ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പോയി കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെയിൻ തിൻ ലൈൻ എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് കൃത്യമായി അറിയാം. സോ നമ്മൾ പ്രിസത്തിന്റെ കണ്ടിന്യൂഷൻ തുടങ്ങാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് എ സ്ക്വയർ പ്രിസം ആണ്. നമ്മളൊരു സ്ക്വയർ പ്രിസം, ഏത് പ്രിസം ആണെങ്കിലും അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഒരു സ്ക്വയർ പ്രിസം ആണ് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ നെയിമിംഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, എ ബി സി ഡി ആണ് ഇതിന്റെ ബേസ്. ഓക്കെ, ഈ കാണുന്ന പോർഷൻ ആണ് എന്ത്? ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? എ ബി സി ഡി എന്ന് പറയുന്ന ബേസ്. ഓക്കെ, ഇതിന് ബേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതേ സെയിം ഷേപ്പിൽ തന്നെ എന്തുണ്ടാവും? അതിന് ടോപ്പും ഉണ്ടാവും അല്ലെ? അതാണ് ടോപ്പ്. ഈ ടോപ്പിനെ നമ്മൾ വിളിക്കുന്നത് 1 2 3 4. ഇപ്പൊ നമ്മൾ താഴെ വിളിച്ചത് എ ബി സി ഡി എന്നാണെങ്കിൽ അതേ ഫോർമാറ്റിൽ തന്നെ ഇവിടെയും വിളിക്കണം 1 2 3 4 എന്ന്. ഇപ്പൊ നമ്മൾ എ ഡി സി ബി എന്നാണ് വിളിക്കുന്നതെങ്കിൽ 1 4 3 2 എന്ന് വിളിക്കണം. കാരണം ക്ലോക്ക് വൈസ് ആണെങ്കിലും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിലും നമ്മൾ എങ്ങനെയാണോ ബേസിൽ ഉള്ള അതിനെ വിളിച്ചത് അതേപോലെ തന്നെ ആരെയും വിളിക്കണം? മുകളിലുള്ളതിനെ വിളിക്കണം. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? നെയിമിംഗ് കൊടുക്കുമ്പോൾ ഒരേ പാറ്റേൺ തന്നെ കൊടുക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് വിളിക്കാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് വിളിക്കാം. ഇനി ഈ ബേസിന് ചുറ്റും എന്തുണ്ട്? എഡ്ജുകളുണ്ട് അല്ലെ? അപ്പൊ ബേസിന് ചുറ്റുമുള്ള എഡ്ജുകളെ നമ്മൾ എന്ത് വിളിക്കും? ബേസ് എഡ്ജ് എന്ന് വിളിക്കും അല്ലെ? ഇനി ഈ കാണുന്ന റെഡ് ഡോട്ടഡ് ആയിട്ടുള്ള ഈ പോയിന്റുകളെ നമ്മൾ എന്തുവാണ്? കോർണേഴ്സ് എന്ന് വിളിക്കും അല്ലെ? അപ്പൊ ഇത് എന്തിന്റെ കോർണർ ആണ്? ബേസിന്റെ കോർണർ ആണ്, കോർണർ ഓഫ് ബേസ്. ഇതേപോലെ തന്നെ മുകളിലുള്ള ഈ ഒരു സർഫസിനെ നമ്മൾ എന്ത് വിളിക്കും? ടോപ്പ് എന്ന് വിളിക്കും. ടോപ്പിന്റെ ഈ കാണുന്ന എഡ്ജുകളെ നമ്മൾ എന്ത് വിളിക്കും? ടോപ്പ് എഡ്ജ് എന്ന് വിളിക്കും അല്ലെ? അതേപോലെ തന്നെ ഈ കാണുന്ന ഡോട്ടഡ്, ഈ റെഡ് കളറിൽ കാണുന്ന ഈ ഡോട്ടിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? കോർണർ ഓഫ് ടോപ്പ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ടോപ്പ് കോർണർ. ഇത് ബേസ് കോർണർ. അതേപോലെ തന്നെ ഈ കോർണറുകളെല്ലാം ചേരുന്ന ഈ ഒരു ലൈൻ, അതായത് ഇപ്പം A1 എന്ന് പറയുന്ന ഈ ലൈൻ, അതുപോലെ തന്നെ D4 എന്ന് പറയുന്ന ഈ ലൈൻ, ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ്ങർ എഡ്ജ് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് വിളിക്കും. സോ ഈ സൈഡിൽ കാണുന്ന ഈ ലോങ് ആയിട്ടുള്ള എഡ്ജുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ്ങർ എഡ്ജ് എന്ന്. അതുപോലെ തന്നെ ഈ ഒരു ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ ഫേസ്. സോ ഒരു സ്ക്വയർ പ്രിസം അല്ലെങ്കിൽ ഒരു പ്രിസത്തിന്റെ എലമെന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ ബേസ്, ഇതിന്റെ സൈഡിൽ കാണുന്ന ഈ ബേസ് എഡ്ജ്, ഈ ബേസിന്റെ കോർണർ അതായത് കോർണർ ഓഫ് ബേസ്, അതേപോലെ തന്നെ ടോപ്പിന്റെ സൈഡിലുള്ള ഈ 4 എഡ്ജുകൾ, അതിനെ നമ്മൾ ടോപ്പ് എഡ്ജ് എന്ന് വിളിക്കും അല്ലെ? അതേപോലെ ഇത് കോർണർ ഓഫ് ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് കോർണർ. ഇനി ഈ കാണുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ്ങർ എഡ്ജ് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്. അതേപോലെ തന്നെ ഈ ഫേസുകളെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ ഫേസ്. 4 ഫേസുകളാണ് നമുക്കിവിടെ ഉള്ളത്, റെക്ടാങ്കുലർ ഫേസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എലമെന്റ്സ് ഓഫ് എ സ്ക്വയർ പ്രിസം. ഇനി നമ്മൾ റെക്ടാങ്കുലർ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു ഒബ്സർവർ ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ, ഒരു സ്ക്വയർ പ്രിസത്തിനെ നോക്കുവാണെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പോർഷൻ ഇവിടെയും ഉണ്ട്, ഇവിടെ വിസിബിൾ ആണ് അല്ലെ? അതാണ് ഇവിടെ വിസിബിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വിസിബിൾ അല്ലാത്ത പോർഷൻ ഏതായിരിക്കും? അതിന്റെ ഈ 2 വശങ്ങളായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 1 to 2 എന്ന് പറയുന്നതും 2 to 3 എന്ന് പറയുന്നതും സൈഡിൽ ഇരിക്കുന്ന ഈ 2 റെക്ടാങ്കുലർ ഫേസുകൾ നമുക്ക് വിസിബിൾ അല്ല. ഫ്രണ്ടിൽ വരുന്ന D4 3C എന്നുള്ളതും A1 4D എന്നുള്ളതും എന്താണ്? നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെക്ടാങ്കുലർ ഫേസ്. ഇനി അതിന്റെ എലമെന്റ്സ് എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഈ കാണുന്ന ചിത്രത്തില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈനും കൂടെ നമുക്ക് പാസ് ചെയ്യും അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിസ് പാസ് ചെയ്യും. സോ ആക്സിസ് ഇപ്പൊ ഇവിടെ വരച്ചിട്ടില്ല. ഓക്കെ, അപ്പം ആക്സിസ് നമ്മൾ ഇവിടെ വരച്ചിടുവാണ്.
ചെയിൻ തിൻ ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ കടന്നു പോകും. ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇനി ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മുടെ പ്രിസത്തിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ പിരമിഡിന്റെ ആണെങ്കിലും ടോപ്പിലുള്ള സെന്റർ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന നെയിമിങ് എപ്പോഴും ഒരേപോലെയാണ്. O എന്നാണ് വിളിക്കുന്നത്. എന്താണ്? സെന്റർ പോയിന്റ് ടോപ്പിലുള്ള ഏത് മോഡലിന്റെയും ഏത് സോളിഡ്സിന്റെയും ടോപ്പ് പോർഷനിലുള്ള ഈ സെന്റർ പോയിന്റിനെ നമ്മൾ O എന്നും, അതേപോലെ തന്നെ ബേസിലുള്ള സെന്റർ പോയിന്റിനെ നമ്മൾ P എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പിരമിഡ് ആണെങ്കിലും പ്രിസം ആണെങ്കിലും ഇതിന്റെ സെന്റർ പോയിന്റ് ഏതാണോ ആ സെന്റർ പോയിന്റ് കൂടെ കടന്നു പോകുന്ന ഈ ചെയിൻ തിൻ, അതായത് ഇതിന്റെ സെന്റർ ലൈൻ കാണിക്കാൻ, അതായത് ഇതിന്റെ ആക്സിസ്, അതിന്റെ ടോപ്പിൽ വരുന്ന പോയിന്റിനെ നമ്മൾ O എന്നും ബോട്ടത്തിലുള്ളതിനെ P എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നെയിമിംഗ് കൊടുത്തിരിക്കുന്ന ഈ ABCD എന്ന് പറയുന്ന ബേസ്, മേളിൽ ഇപ്പോൾ 1 2 3 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് PQRS എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിക്കാം, ഏത് നെയിമിംഗ് വേണമെങ്കിലും വിളിക്കാം. EFGH എന്ന് നമുക്ക് നെയിമിംഗ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എലമെന്റ്സ് ഓഫ് സ്ക്വയർ പ്രിസത്തിലെ നമ്മുടെ ബേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ABCD ആയിരിക്കും അല്ലെ. ABCD എന്ന് നമ്മളിവിടെ നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബേസ് എഡ്ജസ് നോക്കിക്കഴിഞ്ഞാൽ AB ഉണ്ട്, അതുപോലെ തന്നെ BC ഉണ്ട്, അതുപോലെ CD, അതുപോലെ തന്നെ DA. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ബേസ് എഡ്ജുകൾ. ഇനി ബേസ് കോർണേഴ്സ് ഏതൊക്കെയായിരിക്കും? A ഉണ്ട്, അതുപോലെ തന്നെ B ഉണ്ട്, C, D. അപ്പൊ നമ്മൾ ബേസിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഒരു സ്ക്വയർ പ്രിസത്തിന്റെ എലമെന്റ്സിലെ ബേസ് ഏതാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്ത് പറയും? ABCD എന്ന് പറയും അല്ലെ. അതേപോലെ തന്നെ അതിന്റെ ബേസ് എഡ്ജ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AB, BC, CD, DA. ക്ലിയർ അല്ലേ? അതേപോലെ ഈ ബേസിന്റെ കോർണറുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ABCD 4 കോർണറുകളാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതേ പാറ്റേൺ തന്നെ എവിടെ കൊണ്ടുപോവാം? മുകളിലും വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 4. നിങ്ങളിപ്പോ ഇതിനെ PQRS എന്ന് വിളിക്കുവാണെങ്കിൽ എന്ത് പറയും? നമ്മൾ ടോപ്പിനെ PQRS എന്ന് വിളിക്കും. ഇപ്പൊ ഞാനിവിടെ 1 2 3 4 കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് വിളിക്കുന്നു? 1 2 3 4. താഴെ എങ്ങനെയാണോ ഞാൻ കോൾ ചെയ്തത് അതേപോലെ തന്നെയാണ് മേളിലും ഒരേ ഡയറക്ഷൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് 1 2 3 4. സോ ഇതിന്റെ ടോപ്പ് എഡ്ജ് ഏതൊക്കെയാണ്? ഒന്ന് നോക്കിക്കേ. 1 2 2 3 3 4 4 1 അല്ലെ. അതേപോലെ തന്നെ ടോപ്പ് കോർണേഴ്സ് അല്ലെ. ടോപ്പ് കോർണർ എന്ന് പറയുന്നത് എന്താണ്? ഈ പോയിന്റുകളാണ് ടോപ്പ് കോർണേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ടോപ്പ് കോർണർ ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 അല്ലെ. ഇതാണ് ടോപ്പ് കോർണറുകൾ. ഇനി നമ്മുടെ റെക്ടാങ്കുലർ ഫേസസ് ഏതൊക്കെയാണ്? നമുക്കറിയാം സ്ക്വയർ പ്രിസം ആണ്. ഇവിടെ 4 ഫേസുകളാണ് വരുന്നത് അല്ലെ. ആ ഫേസിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ. A1 4 B. A1 അതായത് ഈ ഡയറക്ഷനിലാണ് വിളിച്ചിരിക്കുന്നത്. A1 2 B. അപ്പുറത്തെ സൈഡാണ് നമ്മളിപ്പം ഫസ്റ്റില് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ട്രേസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, ഈ ഫേസിനാണ് പറഞ്ഞിരിക്കുന്നത് A1 2 B A. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് B 2 3 C എന്ന് പറയുന്നത് അടുത്ത റെക്ടാങ്കുലർ ഫേസ്. അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലെ. കറക്റ്റ്, നമ്മൾ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണ്. C 3 4 B അല്ലെ. അതേപോലെ തന്നെ ഇവിടെ B 4 1 A. അപ്പൊ 4 റെക്ടാങ്കുലർ ഫേസസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഇനി ഇതിന്റെ ലോങ്ങർ എഡ്ജസ് ഏതൊക്കെ അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A1 B2 C3 E4 അല്ലെ. ഇത്രയാണ് നമ്മുടെ ലോങ്ങർ എഡ്ജുകൾ അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു സ്ക്വയർ പ്രിസത്തിന്റെ എലമെന്റുകൾ. ഓക്കെ, സോ ഇനി നമ്മൾ പിരമിഡിലേക്ക് വരുവാണ്. പിരമിഡിലേക്ക് വരുമ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്താണ്? പിരമിഡുകളിൽ ട്രയാങ്കുലർ ആയിട്ടുള്ള പിരമിഡ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പെന്റഗണൽ ഉണ്ട്, ഹെക്സഗണൽ ഉണ്ട്. അതിൽ നമ്മൾ ഏത് മോഡൽ എടുക്കുവാണെങ്കിൽ തന്നെയും ഈ മോഡലിന്റെയൊക്കെ സെന്റർ പോയിന്റ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ സെന്റർ ലൈൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്സിസ് എന്ന് വിളിക്കും. ഇതിന്റെ ടോപ്പിൽ വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? O എന്ന് വിളിക്കും. ഓൾറെഡി ഞാനിവിടെ എഴുതിയിട്ടിരിക്കുകയാണ്, അത് O എന്ന് വിളിക്കും. ബേസിലുള്ള ഈ സെന്റർ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും? P എന്ന് വിളിക്കും. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിന്റെ എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. സോ പിരമിഡിന്റെ എലമെന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? എപെക്സ് എന്താന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ടോപ്പിൽ വരുന്നത് എപെക്സ് ആണ്. എപെക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് O എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഈ O എന്ന് പറയുന്ന നെയിമിങ് എല്ലാ
സെക്ഷനിലും എപ്പോഴും നമ്മൾ ടോപ്പിന് എപ്പോഴും O തന്നെയായിരിക്കും, ബേസിലുള്ള പോയിന്റിന് നമ്മൾ P എന്ന് തന്നെയായിരിക്കും. ബാക്കിയുള്ളതൊക്കെയാണ് ചേഞ്ച് ആവുന്നത്. ABCD തന്നെയാണ് നമ്മൾ ഇവിടെ നെയിമിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്കറിയാം, ഓൾറെഡി ഇതിപ്പോ ബേസ് ആണ്, ഇതതിന്റെ ബേസ് എഡ്ജ് ആണ്, ഈ കാണുന്നതാണ് അതിന്റെ കോർണർ ഓഫ് ബേസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രിസത്തിലും കണ്ട അതേപോലെ തന്നെയാണ്. ഇനി ഇവിടെ ആകെ രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് ഇതിന് ടോപ്പില്ല അല്ലെ, ടോപ്പിന് പകരം ഇവിടെ ഉള്ളത് എഫക്ട്സ് ആണ്. അതേപോലെ തന്നെ റെക്ടാങ്കുലർ ഫേസിന് പകരം ഇതിപ്പോ ട്രയാങ്കുലർ ആയതുകൊണ്ട് എന്ത് വന്നു, ട്രയാങ്കുലർ ഫേസ് വന്നു. അപ്പൊ ഇതിന് എത്ര ട്രയാങ്കുലർ ഫേസ് കാണും? 1 2, ഇനി അപ്പുറത്തുണ്ട് 3, ഇപ്പുറത്തെ സൈഡില് 4, അങ്ങനെ 4 എണ്ണം നമുക്ക് ട്രയാങ്കുലർ ഫേസ് ഉണ്ട് ഇവിടെ. ഇനി ഈ കാണുന്ന എഡ്ജിനെ നമ്മൾ പ്രിസത്തിന്റെ കേസിൽ നമ്മൾ വിളിച്ചത് ലാറ്ററൽ എഡ്ജ് അല്ലെങ്കിൽ ലോങ്ങർ എഡ്ജ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലാന്റ് എഡ്ജ്. ഈ ടേമുകളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി വെച്ച് ഇത് വിളിക്കുന്നത് സ്ലാന്റ് എഡ്ജ് എന്നാണ്. സോ ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡിന്റെ എലമെന്റുകൾ. ഇനി ആ എലമെന്റ്സ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ബേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ABCD എന്നുള്ളതാണ്. ഓക്കെ, ബേസ് എഡ്ജുകൾ AB BC CD DA. ബേസ് കോർണറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A B C D. വെർട്ടെക്സ് അല്ലെങ്കിൽ എപെക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻ ആണ് O അല്ലെ. ഇനി ഇതിന് ട്രയാങ്കുലർ ഫേസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു O A B ഒന്ന്, അതുപോലെ O B C രണ്ടാമത്തത്, അതുപോലെ തന്നെ O C D മൂന്നാമത്തത്, അതേപോലെ തന്നെ O B A എന്ന് പറയുന്നത് നാലാമത്തെ ഫേസ്. അങ്ങനെ 4 ട്രയാങ്കുലർ ഫേസസ് ആണ് നമ്മുടെ ഒരു സ്ക്വയർ പ്രിസത്തിന് ഇവിടെ ഉള്ളത്. ഇനി അടുത്തെന്ന് പറയുന്നത് സ്ലാന്റ് എഡ്ജ് ആണ് അല്ലെങ്കിൽ സ്ലോപ്പിംഗ് എഡ്ജ്. സ്ലാന്റ് എഡ്ജ് ഏതാണ്? ഈ കാണുന്നതാണ് സ്ലാന്റ് എഡ്ജ്. അതെന്ന് പറയുന്നത് എന്താണ്? OA, അതുപോലെ തന്നെ അതിന്റെ ഇവിടെ ആയിട്ടുണ്ട് OB OC, അതുപോലെ തന്നെ OD അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി ഒരു കാര്യം മിസ്സായി പോയിട്ടുണ്ട് പറയാൻ, അതായത് നമ്മൾ വിസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ചിത്രത്തിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് കാണാത്ത പോർഷൻസ് ഇവിടെ അല്ലെ. അപ്പൊ ഈ ഒരു ലൈൻ കണ്ടോ, ഇവിടെയെല്ലാം നമുക്ക് കാണാം, ഒരു ലൈൻ വരച്ചിരിക്കുന്നതാണ് അല്ലെ. ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാഷ്ഡ് തിക്ക് അല്ലെങ്കിൽ ഡാഷ്ഡ് തിന്ന്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് ഉപയോഗിക്കുന്നത്? നമുക്ക് കാണാൻ പറ്റാത്ത പോർഷൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് ഹിഡൻ ആയിട്ടുള്ള ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള എഡ്ജസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ലൈൻ ഉപയോഗിക്കുന്നത്? ഡാഷ്ഡ് തിക്ക് അല്ലെങ്കിൽ ഡാഷ്ഡ് തിൻ ലൈൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ രണ്ട് ഫേസുകളാണ് അല്ലെ. അപ്പുറത്തൊരു ഫേസ് ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ട്. എന്ത് ലൈനാണത്? ഡാഷ്ഡ് തിക്ക് അല്ലെങ്കിൽ ഡാഷ്ഡ് തിൻ എഡ്ജ്, ഡാഷ്ഡ് തിൻ ആണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹിഡൻ ആയിട്ടുള്ള ഔട്ട്ലൈൻസ് കാണിക്കാനും ഹിഡൻ ആയിട്ടുള്ള എഡ്ജസ് കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ ഉപയോഗിക്കുന്നത്, ഈ ടൈപ്പ് ഓഫ് ലൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പെന്റഗണൽ പിരമിഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ട്രയാങ്കുലർ ഫേസസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ കാണുന്ന പോർഷൻ ഒക്കെ ഇൻവിസിബിൾ ആണ് അല്ലെ. നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ഈ 3 ഫേസസ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിലും ഓറഞ്ച് വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ 3 സെക്ഷൻ മാത്രമേ നമുക്ക് നമുക്ക് ഒരു ഒബ്സർവർ നോക്കുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിലുള്ള ഈ 2 എണ്ണം കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കണ്ട ഈ ലൈൻസ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. എന്ത് ലൈൻസ് ആണ് അത്? ഡാഷ്ഡ് തിക്ക് അല്ലെങ്കിൽ ഡാഷ്ഡ് തിൻ ലൈൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ, ഔട്ട്ലൈനും എഡ്ജസും കാണിക്കാൻ വേണ്ടിയിട്ട്. സെൻട്രൽ ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ തിൻ ലൈൻ ആണ് ഉപയോഗിക്കുന്നത്. ആ സെൻട്രൽ ലൈനെ നമ്മൾ ആക്സിസ് എന്നും വിളിക്കും. അപ്പം ഇവിടെ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി പോകേണ്ടത്, നമ്മള് ചെയിൻ തിൻ ലൈൻ വരയ്ക്കുന്നെന്ന് പറഞ്ഞൊരു ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ. ആ ചെയിൻ തിൻ അല്ലെങ്കിൽ ആ സെൻട്രൽ ലൈൻ നമ്മൾ ആക്സിസ് എന്ന് വിളിക്കും. ഇപ്പൊ ഇതിനും ഒരു ആക്സിസ് നമുക്ക് വരയ്ക്കാം. ചെയിൻ തിൻ ലൈൻ ഉപയോഗിച്ച് നമുക്കിവിടെ ഒരു ആക്സിസ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് അതിന്റെ പോയിന്റ് എന്നും അതിനെ നമ്മൾ P എന്നും മേളിലുള്ളതിനെ നമ്മൾ O എന്നും വിളിക്കുന്നെന്ന് പറഞ്ഞു. ഇനി നമ്മള് 2 കാര്യങ്ങൾ പഠിച്ചിരുന്നു നേരത്തെ, അതായത് പോയിന്റിന്റെ കേസിലും അതുപോലെ തന്നെ നമ്മൾ ലൈനിന്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറെ ടൈപ്പുകൾ പറഞ്ഞു അല്ലെ. പോയിന്റിന്റെ കേസിൽ അതില്ലായിരുന്നു, പക്ഷെ ലൈനിന്റെ കേസ് വന്നപ്പം പറഞ്ഞു ഒന്നില്ലെങ്കിൽ VP ക്ക് ഇൻക്ലൈൻഡ് HP ക്ക് പാരലൽ അല്ലെ, അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെ VP ക്ക് പാരലലും HP ക്ക് ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ അല്ലെ, ലൈൻ AB എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ലൈനിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഈ പ്ലെയിനിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാഡ്രാന്റിൽ ആ ലൈൻ എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ലൈൻ AB
ഇൻക്ലൈൻ ടു വി പി പാരലൽ ടു എച്ച് പി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഈ ലൈനിന് പകരം നമ്മൾ ഈ സെൻട്രൽ ലൈനിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളൊരു സെൻട്രൽ ലൈൻ ഇവിടെ വരച്ചിട്ട് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ വെക്കുവാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിപ്പോ പറയുവാണ് ഒരു ഒബ്ജക്റ്റ് ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി പാരലൽ ടു എച്ച് പി എന്നോ അല്ലെങ്കിൽ ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ഈ ക്വാഡ്രന്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ സെൻട്രൽ ലൈൻസ് കാണിക്കണം അല്ലെ. അതായത് ചെയിൻ തിൻ ലൈൻ ആണ് നമ്മൾ കാണിക്കുന്നത്. ചെയിൻ തിൻ ലൈൻ ആണ് വരയ്ക്കുന്നത് അല്ലെ. അപ്പൊ ഈ ചെയിൻ തിൻ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിപ്പം എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അല്ലെ. ഈ ചെയിൻ തിൻ എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിസ് അല്ലെ. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഇവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ പറയുവാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, വി പിക്ക് പാരലൽ ആയിട്ടാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ലൈനിന് പകരം ഇവിടെ എന്താണുള്ളത്, അതിന്റെ സെൻട്രൽ ലൈൻ ആണ് എടുക്കുന്നത്. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെയൊക്കെ നമ്മൾ ലൈനിനെ വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ സെൻട്രൽ ലൈനിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഇപ്പം എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണെന്ന് പറയുവാണെങ്കിൽ ഈ സെൻട്രൽ ലൈൻ ആയിരിക്കും ഇൻക്ലൈൻഡ് ആയിട്ട് ആദ്യം നമ്മൾ കാണിക്കുന്നത്. എന്നിട്ടായിരിക്കും അവിടെ ആ ഒബ്ജക്റ്റിനെ നമ്മൾ വരയ്ക്കുന്നത്. ഒന്നുമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണെന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് ഇൻക്ലൈൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ആക്സിസ് ആണ്. അപ്പം ആ നേരത്തെ ഒക്കെ ലൈൻ ആണ് കാണിക്കുന്നതെങ്കിൽ ആ ലൈനിനെ റീപ്ലേസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ആക്സിസ് ആയിരിക്കും ഇൻക്ലൈൻഡ് ആയിട്ട് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം അതിന് ചുറ്റുമുള്ള അതിന്റെ ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ നമ്മൾ വരയ്ക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. വരുന്ന സെക്ഷനിലേക്കൊക്കെ നമ്മളത് കടക്കും. So projection of solids are placed first in the simple position and then tilted successively to further stages to obtain the final position. ആദ്യം നമ്മൾ സോളിഡ് ഫസ്റ്റിലെ സിമ്പിൾ പൊസിഷൻ പ്ലേസ് ചെയ്യും. അതായത് ആദ്യം നമുക്ക് ഏത് പ്രോബ്ലത്തിലാണെങ്കിലും ഒരു സ്ക്വയർ പ്രിസമോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പിരമിഡോ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ എന്ത് വരയ്ക്കണം, സിമ്പിൾ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് വരയ്ക്കണം. അതിനുശേഷമാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എങ്ങോട്ടാണ് അത് ടിൽറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ടാണ് ഫർദർ സ്റ്റേജസിൽ നമ്മൾ അതിന്റെ ഫൈനൽ പൊസിഷനിലേക്ക് എത്തുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ് വരയ്ക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു ലൈനോ ഒക്കെ ആദ്യം തന്നെ നമ്മൾ വരയ്ക്കും, അവിടെ കൊണ്ടത് തീരുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ആദ്യം തന്നെ അതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. അതിനു മുമ്പ് നമ്മൾ ലൈൻസും അതുപോലെ പോയിന്റും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ടൈപ്പുകളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പം ലൈൻസിന്റെ കേസിൽ നമ്മൾ ഒരുപാട് ടൈപ്പുകൾ പറഞ്ഞു. ഒന്ന് ഇൻക്ലൈൻ ടു വി പി പാരലൽ ടു എച്ച് പി, അതുപോലെ തന്നെ ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി, ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി പാരലൽ ടു വി പി, അതുപോലെ തന്നെ എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി പാരലൽ ടു എച്ച് പി. ഇങ്ങനെ ഒരുപാട് കേസസ് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ സ്റ്റേജിലുള്ള ടൈപ്പാണ്, അതായത് ടൈപ്പ് 1. അതിൽ ഒരു കേസ് എന്ന് പറയുന്നത് ബേസ് ഓൺ എച്ച് പി ആണ്. അതായത് നമുക്ക് എച്ച് പി എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ വി പി എച്ച് പി പ്ലെയിൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളിഡ് ഇപ്പം പറയുന്നത് ബേസ് ഓൺ എച്ച് പി എന്നാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സ്ക്വയർ പിരമിഡ് നമ്മൾ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. നമ്മളൊരു സ്ക്വയർ പിരമിഡ് വരയ്ക്കുക. ഈ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം, കാരണം നമ്മൾ അതിന്റെ എലമെന്റ്സ് ഒക്കെ കണ്ടതാണ്. അപ്പൊ ബേസ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബേസ് എച്ച് പിയിൽ ഇരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പൊ ഇതിന്റെ സെന്ററിൽ കൂടെ നമ്മൾ വരയ്ക്കുന്ന ആ ചെയിൻ തീൻ ആയിട്ടുള്ള ലൈൻ, ഞാനിപ്പോ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നതേ ഉള്ളൂ. ഈ ലൈൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ, ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആക്സിസിനെ ബേസ് ചെയ്തും പറയുമെന്ന്. അതായത് ഈ ആക്സിസ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് എന്താണ്, ബേസ് ഓൺ എച്ച് പി, വ്യത്യാസമൊന്നുമില്ല. ഇതേപോലെ തന്നെ ബേസ് ഓൺ വി പി അല്ലെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഈ സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് വി പിയിലാണ് ഇരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എങ്ങനെ വരയ്ക്കും, അല്ലെ. അപ്പൊ ഇതിന്റെ സെന്ററിൽ കൂടെ അല്ലേ ആ സെൻട്രൽ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. ഇതിപ്പോ എന്താണ്, ഈ ലൈൻ ആർക്ക് പെർപെൻഡിക്കുലർ ആണ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ആർക്ക് പാരലൽ ആണ്, എച്ച് പിക്ക് പാരലൽ ആണ്. ഈ കേസ് നോക്കിയ ഫസ്റ്റ് ബേസ് ഓൺ എച്ച് പി അല്ലെ. അപ്പൊ ആക്സിസ് ഈ എച്ച് പിക്ക് പെർപെൻഡിക്കുലറും അതേപോലെ തന്നെ ഈ ലൈൻ ഈ വി പിയുമായിട്ട് എന്തായിരിക്കും, പാരലലും ആയിരിക്കും. സോ ഇതാണ് ടൈപ്പ് 1.
അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ അനിമേഷൻ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ കൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനു മുമ്പായിട്ട് ഇതിപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അറിയാം ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്, ഫോർത്ത് ക്വാഡ്രന്റ് ആണ് അല്ലെ. നമ്മൾ മോസ്റ്റ്ലി പ്രൊജക്ഷൻസ് സോളിഡ്സിന്റെ വരയ്ക്കുന്നത് എപ്പോഴും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നത്. സോ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഇരിക്കുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഉണ്ട് ഇവിടെ, നമുക്കറിയാം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണെന്ന് കൃത്യമായി അറിയാവുന്നതാണ്. അറിയാത്തവര് പഴയ സെക്ഷനിൽ പോയി ഒന്നും കൂടെ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. സോ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് നമുക്കിപ്പോൾ കാണുന്നത്. HP യിലാണ് ടോപ്പ് വ്യൂ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ ഒബ്ജക്റ്റിന്റെ കിട്ടിയിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് വരച്ചിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഈ ഒരു പ്ലെയിനിനെ നമുക്ക് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം, 90 ഡിഗ്രി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് പ്ലെയിനിൽ കിട്ടും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുന്ന പ്രൊസീജിയർ. നേരത്തെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇനി നമുക്ക് അതിന്റെ ഒരു ചെറിയ അനിമേഷൻ കണ്ടു നോക്കാം. ഇത് നമ്മുടെ VP-HP പ്ലെയിൻ 4 ക്വാഡ്രന്റ് കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒബ്ജക്റ്റിനെ, നമ്മുടെ സോളിഡിനെ നമ്മൾ വെക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വെക്കുന്നത്. ഒരു ഹെക്സഗണൽ പ്രിസമാണ്. സോ അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓൺ VP. ഇതേപോലെ തന്നെ നമുക്ക് ടോപ്പ് വ്യൂ ഉണ്ട്. ടോപ്പ് വ്യൂ നമ്മൾ HP യിലാണ് വരച്ചിരിക്കുന്നത്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓൺ HP. ഇപ്പം ബേസ് ഓൺ HP നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് 1 ബേസ് ഓൺ HP ആണ്. അതായത് ഇതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സെൻട്രൽ ലൈൻ, അതായത് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ആർക്ക് പെർപെൻഡിക്കുലർ ആണ്, ഇപ്പം HP-ക്ക് പെർപെൻഡിക്കുലർ ആണ് ആ ഒബ്ജക്റ്റിന്റെ. ഓക്കെ, VP യിൽ നിന്നും സം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അത് നമുക്കൊന്നും പറയുന്നില്ല, എത്രയോ ഡിസ്റ്റൻസിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഒരു റെക്ടാങ്കുലർ ഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്, ഹെക്സഗണൽ ഷേപ്പ്. അതിനുശേഷം നമ്മൾ XY ലൈനിൽ ഈ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിയുമ്പോൾ നമ്മൾ സാധാരണ ലൈൻസിന്റെ കേസിൽ വരയ്ക്കുന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കിട്ടും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നെയിമിംഗ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ വരുന്ന പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിന്റെ നെയിമിംഗ് ഒക്കെ പറയും. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്, കാരണം നമ്മൾ ലൈൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു കാണാൻ പറ്റാത്ത പോയിന്റുകളും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേറെ രീതികളായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ഇതിന്റെ ഈ ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിലൂടെ ആയിരിക്കും അത് കടന്നു വന്നത്. ഇത് ഇതിന്റെ സെന്ററിലേക്ക്, ഇതിന്റെ സൈഡിലത്തെ ഈ രണ്ട് പോയിന്റുകൾ, അത് ഈ രണ്ട് പോയിന്റുകളുടെ വ്യൂ ആണ് ഇങ്ങോട്ടേക്ക് എൻലാർജ് ചെയ്ത് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഈ രീതിയിലാണ് എന്ത്, ഒരു ഒബ്ജക്റ്റ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു വരും. അതായത് ഇപ്പം നമ്മളിപ്പോ കണ്ട അനിമേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിപ്പോ ഇരിക്കുന്നത്, നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് കാണാം. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ബേസ് ഓൺ HP ആണ് അല്ലെ, ബേസ് ഓൺ HP ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറയുന്ന കേസ് എന്ന് പറയുന്നത് ഈ ബേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, VP-യിൽ വെക്കുന്നു അല്ലെ. VP-യിൽ വെക്കുമ്പോൾ എന്താവും, ഇങ്ങോട്ടേക്കായിരിക്കും നിൽക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരും, നമ്മൾ ഈ നേരത്തെ കണ്ട ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ബേസ് ഓൺ HP എന്നുള്ള കേസിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു വരും. അതായത് ഈ നമ്മളിപ്പോ കണ്ട ടോപ്പ് വ്യൂ അല്ലെ, ഈ കേസിലെ കണ്ട ടോപ്പ് വ്യൂ ആയിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും ഇതിന്റെ ടോപ്പ് വ്യൂ. അതായത് ഇപ്പൊ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ VP-ക്ക് ബേസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് അതിന്റെ ബേസ് VP-യിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കേസ് വരുമ്പോൾ, അപ്പൊ ഒരു കേസിന്റെ ഇതേ കണ്ടുള്ളൂ എങ്കിലും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ബേസ് ഓൺ VP കേസിലും വരുന്നത്. ഇതാണ് ടൈപ്പ് 1. ഇനി നമുക്ക് ടൈപ്പ് 2 നോക്കാം. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്സിസ് ഇൻക്ലൈൻ ടു HP. നമ്മൾ നേരത്തെ ലൈൻ ഇൻക്ലൈൻ ടു HP, ലൈൻ പാരലൽ ടു VP എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ തിരിച്ചാണ് പറയുന്നത്, ആക്സിസ് ആണ് നമ്മൾ പറയുന്നത്. ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ പൊസിഷൻ പറയുന്നത് എന്ന് പറയും. അപ്പൊ ആക്സിസ് ഇൻക്ലൈൻ ടു HP, പാരലൽ ടു VP. അതുപോലെ തന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് ആക്സിസ് ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP. ഇനിയിപ്പോ നമുക്ക് അതിന്റെ അനിമേഷനും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടാണൊക്കെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്.
ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് വി പിയിൽ കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് എവിടെ കിട്ടിയിരിക്കുന്നത്, നമ്മുടെ എച്ച് പിയിൽ കിട്ടിയിരിക്കുന്നത്. ഇത് റെസ്റ്റ് ഓൺ എച്ച് പി അല്ലെ, ഒരു ഒബ്ജക്റ്റ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു, അതായത് ബേസ് എച്ച് പിയിലാണ്. ഈ ഒരു കേസിന്റെ ടോപ്പ് വ്യൂ അതേപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ കണ്ടതാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ആക്സിസ് ഇതാ ഇപ്പൊ ഇൻക്ലൈൻഡ് ആയി, സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ ഇപ്പൊ എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, എച്ച് പിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈ കേസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി എന്നുള്ള കണ്ടീഷനാണ്. നമ്മൾ ലൈൻ പറയുന്നത് പോലെ തന്നെയാണ് ഒബ്ജക്റ്റിനെ ഇവിടെ പറയുന്നത്. ഇൻക്ലൈൻഡ് കേസ് ആണ്. നമുക്കറിയാം പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ആണ്, അതിന്റെ ട്രൂ ലെങ്ത് എത്രയാണോ അത് തന്നെ നമുക്ക് വി പിയിൽ ഫ്രണ്ട് വ്യൂവിൽ കിട്ടും. അതായത് ഏത് പ്ലെയിനാണോ പാരലൽ ആയിട്ട് വരുന്നത് ആ പ്ലെയിനിലായിരിക്കും അതിന്റെ ട്രൂ വാല്യൂ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ട്രൂ ലെങ്ത് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ട്രൂ ലെങ്ത് കൃത്യമായി തന്നെ കിട്ടും. പക്ഷെ ഇതിന്റെ ടോപ്പ് വ്യൂവിൽ മാത്രം റെഡ്യൂസ്ഡ് ലെങ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ആക്സിസ് ഇൻക്ലൈൻഡ് ആയിട്ട് ആർക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വന്നത്, എച്ച് പി ഇൻക്ലൈൻഡ് ആയിട്ടാണ് വന്നത് അല്ലെ. അപ്പൊ ആ ഒരു സെക്ഷന്റെ വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത് അല്ലെ. ഇതേപോലെ തന്നെ ബോത്ത് ഇൻക്ലൈൻഡ് കേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇത് വന്നത്. ഇനി ഇൻക്ലൈൻ ടു വി പി കേസും പാരലൽ ടു എച്ച് പി ആയിരുന്നെങ്കിലോ ഈ ഒരു വ്യൂ താഴെയും വരും, ഈ വ്യൂ മുകളിലും വരും. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ട് പ്ലെയിനിൽ മാറി മാറി റെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലായിട്ട് വരും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. ഈ പ്രൊജക്ഷൻ ഓഫ് സോളിഡ് നമ്മൾ നേരത്തെ ലൈനിന്റെ കേസ് പറഞ്ഞ പോലെ സൊല്യൂഷൻ ഇൻ 3 സ്റ്റേജസ് വരും. അതായത് ആക്സിസ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, വി പിക്കും എച്ച് പിക്കും പാരലായി നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട അതേ അനിമേഷൻ തന്നെ മൂന്നാമത്തെ ഒരു ചേഞ്ച് പൊസിഷനും കൂടെ നമുക്ക് വരുവാണ്. പഴയ കണ്ടീഷൻ തന്നെ നമ്മുടെ എച്ച് പി വി പി ഉണ്ട് അവിടെ. ഇതേപോലെ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുവാണ്. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻക്ലൈൻഡ് ആക്കി വെച്ചു. ഇൻക്ലൈൻഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഇൻക്ലൈൻഡ് വെക്കുന്നതിന് എന്തായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ, അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ. നമുക്കറിയാം അവിടെ നിന്നും ചെറുതായിട്ടാണ് നമ്മൾ ടിൽറ്റ് ചെയ്യുന്നത്. ആ ടിൽറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആണ്. വി പിക്കും എച്ച് പിക്കും ഇപ്പൊ എന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഷുവർ ആയിട്ടും എന്താണ്, റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും അല്ലെ. കാരണം ഇതിപ്പം ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് പ്ലെയിനിനും പാരലൽ ആയിട്ടല്ല നിൽക്കുന്നത് അല്ലെ. കണ്ടീഷൻസ് ഒക്കെ മാറി ഇപ്പൊ ബോത്ത് ഇൻക്ലൈൻഡ് ആണ്. സെൻട്രൽ ലൈനിനെ വെച്ചിട്ടാണ് പറയുന്നത്. സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇപ്പം രണ്ട് പ്ലെയിനിലും ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. സോ ഇതെന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്, അതുപോലെ തന്നെ ഇത് ടോപ്പ് വ്യൂ ആണ്. രണ്ടും റെഡ്യൂസ്ഡ് ലെങ്ത്തുകളായിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കത്തില്ല, കാരണം രണ്ടും ഇൻക്ലൈൻഡ് കേസ് ആണ്. സോ നമ്മൾ 3 ടൈപ്സ് പറഞ്ഞ ആ 3 ടൈപ്സിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫൈനൽ വൺ എന്ന് പറയുന്നതാണ് ബോത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന കേസ്. സോ ഇതാണ് നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ടൈപ്പ് 3യുടെ കേസ്. ഓക്കെ, നമ്മളിപ്പം അതിന് പകരം നമ്മളൊരു പ്രിസമാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിലായിട്ടാണ് നമ്മുടെ ഒരു പ്രിസം വരുന്നത്. ആ പ്രിസത്തിന്റെ സെക്കൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. നമ്മൾ നോക്കിയാൽ അതിന്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇപ്പൊ ആർക്ക് ഇൻക്ലൈൻഡ് ആണ്, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്, ആർക്ക് പാരലൽ ആണ്, വി പിക്ക് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി അതിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു സോളിഡിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തപ്പം ബോത്ത് പ്ലെയിനിന് എന്തായിട്ട് വന്നു, ഇൻക്ലൈൻഡ് ആയിട്ട് വന്നു. നമ്മൾ നേരത്തെ കണ്ട പിരമിഡ് പ്രസത്തിന്റെ കേസ് തന്നെ ഇപ്പൊ നമ്മൾ അതിന് പകരം ഒരു പിരമിഡ് വെക്കുന്നേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പം കാണുന്നത്. അപ്പം ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതിന്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ടു ഏതെങ്കിലും ഒരു പ്ലെയിൻ പാരലൽ ടു മറ്റേ ഓപ്പോസിറ്റ് പ്ലെയിൻ ആയിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ ഇൻക്ലൈൻഡും ഓപ്പോസിറ്റ് പ്ലെയിനിന് അത് പാരലലും ആയിരുന്നു. തേർഡ് കേസ് എന്ന് പറയുന്നത് ബോത്ത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസാണ്. ഇതിന്റെയൊക്കെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമ്മുടെ റെഫറൻസ് ലൈനിന് മുകളിലും താഴെയായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പൊ ഈ മൂന്ന് ടൈപ്പിലും നമ്മളൊരു പിരമിഡ് വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊജക്ഷൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഫൈനലി കാണുന്നത്. ടൈപ്പ് 1 കേസ് ആണ്, ഇത് ടൈപ്പ് 2 കേസ് ആണ്, ടൈപ്പ് 3 കേസ് ആണ്. സോ നമ്മൾ ടൈപ്പ് 1 കേസിന്റെ ഒരു സാമ്പിൾ പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ കടക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബേസ് ഓഫ് സോളിഡ് ഈസ് ഓൺ HP ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യന്റെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ HP തന്നെ ഇരിക്കുവാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എ സ്ക്വയർ പിരമിഡ് 40 mm ബേസ് സൈഡ് ആൻഡ് ആക്സിസ് 70 mm ലോ is resting on HP on its base. One base edge is inclined 90 degree to VP. Draw the projection of the pyramid. അപ്പോൾ സ്ക്വയർ പിരമിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമ്മൾ ഏത് സോളിഡ് ആണോ ഇരിക്കുന്നുള്ള ഫിഗർ ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തരത്തില്ല, നമുക്ക് ആകെ തരുന്നത് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. അതായത് ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ, അടുത്തത് ആ സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ എങ്ങനെയാണ് ആ സോളിഡ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. അതിനൊരു ബേസ് ഉണ്ടാവും, അതേപോലെ തന്നെ അതിന് സ്ലാന്റ് എഡ്ജസ് ഉണ്ടാവും, അതിന്റെ ഒരു ഹൈറ്റ് നമുക്ക് കാണും. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 40 mm ബേസ് സൈഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പം ഈ AB AD AC ഈ പറഞ്ഞ സൈഡ് എഡ്ജുകളുടെ ഒക്കെ എന്താണ് 40 mm ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ആക്സിസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 70 mm ആണ് അല്ലെ, അതായത് 70 mm ആണ്. ഈ ഓയിൽ നിന്ന് ഈ ഒരു സെന്റർ പോയിന്റ് വരെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് തന്നിരിക്കുന്നത്, 70 എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലൂടെ കാണാം. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ അടുത്ത കേസ് പറഞ്ഞിരിക്കുന്നത് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റ് HP-യിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു അനിമേഷൻ കണ്ടതാണ്, അതൊന്നും കൂടെ ഒന്ന് ബാക്ക് അടിച്ച് പോയി കണ്ടു നോക്കുക. One base edge is inclined to VP. ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഇൻക്ലൈൻഡ് വന്നെന്നും പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് 2 ടൈപ്പ് 3 ഒന്നും അല്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ഒരു സ്ക്വയർ പ്രിസം അല്ലെ, സ്ക്വയർ പ്രിസം. ആ സ്ക്വയർ പ്രിസം ഇരിക്കുന്നത് HP-യിലാണെന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു എഡ്ജ്, അതായത് ഇതിന്റെ ഒരു എഡ്ജ് ഇതിന് 90 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ VP-ക്ക് ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഒരു ലൈൻ വരും. ആ ലൈനിൽ കൂടെ തന്നെ ആയിരിക്കും എന്ത്, ഇതിന്റെ ഒരു എഡ്ജ് പാസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അതായത് ഇതിപ്പോ VP ആണ് ഈ പ്ലെയിൻ പുറകിൽ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഇവിടുന്ന് ഒരു ലൈൻ 90 ഡിഗ്രി പോയാൽ ആ ലൈനിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും ആരുടെ ബേസ് ഇരിക്കുന്നത്, ഇതിന്റെ സൈഡ് ബേസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വൺ ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് 90 ഡിഗ്രി ടു VP. Draw the projection of the pyramid. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് കാണാം. അതിലൂടെ തന്നെ ഇതിന്റെ നെയിമിംഗ് എങ്ങനെയാണ് നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുന്നത് എന്നുള്ളതും നമുക്കൊന്ന്